ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7. ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന പ്രധാന ഐറ്റം ജയിൽ നോമിനേഷൻ. ജിസേൽ അനുമോളുടെ പേര് പറഞ്ഞു. അനുമോൾ കിച്ചണിൽ നിന്ന് ചോദിക്കാതെ ഫുഡ് എടുത്തു, അതുകൊണ്ട് കള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത്. കള്ളിയെന്ന് വിളിച്ചോടുകൂടി അനുമോൾ ട്രിഗറായി. ജിസേൽ പറയുന്നത് അനുമോൾ ജിസേലിന്റെ ഒന്നും അനുവാദമില്ലാതെ പല പ്രാവശ്യം ജിസേലിന്റെ സ്റ്റോറേജ് പരിശോധിച്ചു എന്നുള്ളതാണ്. കിച്ചൺ ടീമിലുള്ള ജിസേലിനോട് ചോദിക്കാതെ അവരുടെ അനുവാദമില്ലാതെ റൊട്ടിയോ ചോറോ എന്തോ അനുമോൾ എടുത്തു എന്നുള്ളതാണ് ജിസേൽ പറയുന്നത്. നെവിൻ അവിടെ ചോദിക്കാതെ പലതും എടുത്ത് കഴിക്കുന്നത് കൊണ്ട് നെവിന്റെ കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് കള്ളത്തരമാണെങ്കിൽ ഇതും കള്ളത്തരമല്ലേ എന്നാണ് ജിസേൽ ചോദിക്കുന്നത്. ജിസേലിന് ശരിക്കും ട്രിഗർ ആക്കാൻ അറിയട്ടോ. അനുമോളാണെങ്കിൽ അതിനകത്ത് വീഴുകയും ചെയ്യും. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. അനുമോള് കള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ അങ്ങോട്ട് ട്രിഗറായി ചാർജ് ചെയ്തെന്ന് ദേഹത്ത് തൊടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു എത്തി. ഈ ദേഹത്ത് തൊട്ടുള്ള പരിപാടി ഭയങ്കര ഡേഞ്ചർ ഒരു സംഭവമാണ്. കഴിഞ്ഞ സീസണിൽ ഓൾറെഡി അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുമുണ്ട്. ജിസേലിന്റെ ദേഹത്ത് തൊട്ടതിന് ശേഷം ജിസേൽ കള്ളിന്ന് വിളിച്ചതിന്റെ പേരിൽ അനുമോൾ പിന്നെ ദീർഘനേരം കരയുന്ന ഒരു പരിപാടിയാണ് പിന്നെ കാണിച്ചത്. പിന്നെ ഒരു ഗ്രൂപ്പ് വന്ന് ചേർന്ന് നിന്നിട്ട് അനുമോളെ ആശ്വസിപ്പിക്കുകയല്ല, ശരിക്കും ഉപദേശിച്ച് കൊല്ലുകയാണ് ചെയ്തത്. എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ അവിടെ കൂടിയേക്കണത്. ആദിലാനൂറ, ശൈത്യ, ബിൻസി ഇവർക്കൊന്നും ആണുങ്ങൾ അത്ര ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. BB+ ചിലപ്പോൾ കാണിക്കുമായിരിക്കും ഇവിടെ ഒരുത്തനെങ്കിലും പ്രേമിക്കാൻ പറ്റിയതുണ്ടോ, ഒരുത്തൻ്റെങ്കിലും സ്വഭാവം കൊള്ളുമോ എന്നുള്ള രീതിയിലൊക്കെ ബിൻസി ചോദിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അനുമോളെ ഇങ്ങനെ എരിവിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ എരികേറ്റി വന്നപ്പോൾ അനുമോൾ പറഞ്ഞ കാര്യം കയ്യിൽ നിന്ന് പോയി. അത് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എപ്പിസോഡിലാണ് അത് കാണിച്ചത്. അനുമോൾ പറയാത്ത കാര്യം ജിസേൽ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിനെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള രീതിയിലാണ് അനുമോൾ എന്ന് പറഞ്ഞത്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇത്തരം ഒരു ഗെയിമിൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡേഞ്ചർ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് സേഫ്റ്റിയിലാണ് ജിസേലിനെ അനുവിന്റെ മുമ്പിലൊക്കെ നിർത്തുന്നത്. അതിന്റെ കൂടെ അനുമോൾ പറഞ്ഞു അവൾക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബിൻസി ആ കൂട്ടത്തിൽ പറയുന്നത് പുറത്തിറങ്ങിയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ള രീതിയിൽ ഈ ഒരു റേഞ്ചിലേക്കുള്ള സംസാരങ്ങൾ പോകുന്നത് അത്ര നല്ലല്ലോ ഈ ഗെയിമിന്. വീണ്ടും ഒരു കാര്യം കൂടെ അനുമോൾ പറഞ്ഞു, ഈ ഒരു ഷോയിലൂടെ എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ ജീവനോടെ കാണില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. ശരിക്കും അനുമോൾ ഈ ഗെയിമിന് പറ്റിയ ആളാണോ എന്ന് സംശയിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. അനുമോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറയുന്ന ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അനുമോൾ ഒരുപാട് കരയുന്നുണ്ട്, ഒപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് മാറി മറിയുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്ക് ആശങ്കയുണ്ട്. കൂടാതെ ഇന്ന് ട്രിഗറായി ചാർജ് ചെയ്ത് ജിസേലിന്റെ ദേഹത്ത് വിടുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് അപായപ്പെടുത്തുമെന്നും സ്വയം ഇല്ലാതാവും എന്നൊക്കെ ഉള്ള വാക്കുകൾ അനുമോളുടെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഏതായാലും ഇത് ബിഗ് ബോസിന്റെ ടീം തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഇതുപോലുള്ള ട്രിഗറിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അനുമോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അനുമോൾ ഇപ്പൊ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് മാക്സിമം ഈ ഒരു കാര്യത്തിന് ഫ്യൂൽ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമാണ്. അത് പറയാൻ കാര്യം അങ്ങനെയുള്ള ചിന്തകൾ പോലും തടയാൻ അവിടെയുള്ളവർക്ക് ആർക്കും സാധിക്കുന്നില്ല. അപ്പൊ അനുമോളുടെ ഫാൻസ് എത്ര കണ്ട് പറഞ്ഞാലും ജിസേൽ മേക്കപ്പ് ഉപയോഗിക്കുന്നതാണോ അതോ അനുമോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണോ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് എല്ലാവരും വിലയിരുത്തേണ്ടതാണ്. ഏതായാലും ബിൻസി, ആദില, നൂറ ഇങ്ങനെയുള്ളവരെയൊക്കെ എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ. ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.